ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ ഇന്ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്യാറുണ്ട് ടെലഗ്രാമിലൊക്കെ. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇതിനകത്ത് പ്ലെൻറ്റി ഓഫ് വാല്യൂസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാൻ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത് പോലത്തെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ്, ആവശ്യമില്ലാത്ത ടോക്സ്, അങ്ങനത്തെ ഒന്നും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എഗെയിൻ ഇഷ്ടം പോലെ വാല്യൂസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നതാണ്. ആൻഡ് പറഞ്ഞു വരാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതായത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ സോഷ്യൽ മീഡിയയിൽ നിന്നും അവിടുന്നും ഇവിടുന്നൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് ട്രേഡിംഗ് ആണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്താണ് എൻ്റെ റൈറ്റ് വേ എന്ന് പോലും മനസ്സിലാവാത്ത കുറേ ആളുകളുണ്ട്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത്. അത് കാരണങ്ങൾ അതിൽ പലതാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം, നമ്മൾ വൺസ് ട്രേഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കാര്യങ്ങൾ 99% ഫേക്കാണ്. നിങ്ങൾ വിശ്വസിക്കില്ല. എഗെയിൻ ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോറക്സിലെ സ്കാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് താഴെ പോലും ആളുകൾ വന്നിട്ട് പറയുന്നത് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. അല്ലെങ്കിൽ അതിനായിട്ട് എനിക്ക് ആ ഒരു വീഡിയോന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജിൽ ചിലതൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഞാൻ കുറേ ആളുകളെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ പേരെടുത്ത് മെൻഷൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പേര് പച്ചക്ക് പറയുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആരെക്കുറിച്ചൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം തന്നെ നിങ്ങൾ ഗസ് ചെയ്തിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, എനിക്ക് ഇവരൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ 100% സിൻസിയറാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സിമ്പിളായിട്ടുള്ള കാര്യം. പിന്നെ വരുന്നത് സെബിയുടെ കേസാണ്. സെബിക്കാണെങ്കിൽ പോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സെബി നോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെബി ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യവും ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്യാറില്ല. പ്രോഫിറ്റിനെ കുറിച്ച് സംസാരിക്കാറില്ല. ഞാൻ ഇത്ര ലാഭമുണ്ടാക്കി എന്നുള്ള രീതിയിൽ സംസാരിക്കാറില്ല. പിയാനൽ കാണിച്ചിട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാറില്ല. ഈവൻ സെബി ക്ലിയർ കട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, പിയാനൽ കാണിച്ചുകൊണ്ട്, പ്രോഫിറ്റിൻ്റെ വലുപ്പം കാണിച്ചുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ സെബി രജിസ്ട്രേഡ് അനലിസ്റ്റിന് പോലും പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ട്രാക്ക് എന്നിരിക്കെ എന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇത്രയും റീൽസിലും വീഡിയോസിലും ഒക്കെ പേരെടുത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെൻഷൻ ചെയ്തിട്ട് പോലും ഈ 2-3 വെട്ടുകിളി കൂട്ടം വരിക, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു വിടുന്ന ആളുകൾ വന്നിട്ട് കരയുക എന്നുള്ളതല്ലാതെ എന്നെക്കുറിച്ച്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സഞ്ജു ടെക്കിനെ കുറിച്ച് എല്ലാവരും കുറച്ച് കുറേ വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലേ. ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും എന്നെക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ പറയുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. സോ പറയണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത്. വൺസ് അത് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ പൂത്തിരി കത്തിച്ചോളാം എന്നുള്ള ലെവലാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന സംഗതികൾ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള റീൽസിലും കാര്യങ്ങളൊക്കെ കാണുന്ന കാര്യങ്ങൾ ടോട്ടലി ഫേക്ക് പിയാനലുകളാണ് കാണിച്ചു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫേക്ക് പിയാനലുകൾ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ബ്രോക്കേഴ്സ് വരെയുണ്ട്. ഞാൻ അടുത്ത സീരീസിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. ആൻഡ് കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും ആളുകൾ കുറ്റം പറഞ്ഞിട്ടുള്ള ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. അവിടുത്തെ മാന്യമഹാനായ വ്യക്തി ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ട്രേഡ് പോലും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരില്ല, ഒറ്റ ട്രേഡ് പോലും അയാൾ എടുത്തിട്ടില്ല. ബട്ട് അയാൾ ഒരു കാര്യത്തിൽ പ്രോപ്പറാണ്, അയാൾ ഒരു കാര്യത്തിൽ ടാലൻറ്റഡ് ആണ്, അത് മാർക്കറ്റിങ്ങിലാണ്. സോ പറഞ്ഞു വന്ന കേസ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രേഡിങ്ങിലേക്ക് നിങ്ങളെ വെറുതെ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ട്രേഡിങ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്, നിങ്ങൾക്ക് ആദ്യമേ ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ട്രേഡർ ആവാൻ പറ്റില്ല. ഒരു ട്രേഡർ ആവുക എന്ന് പറയുന്നതിനൊരു പ്രോസസ്സുണ്ട്.
നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, ഞാൻ ഇത്ര വർഷം എടുത്തിട്ടുണ്ട് ട്രേഡിങ്ങിൽ, സ്റ്റിൽ ഞാൻ ലോസിലാണ്. ഞാൻ ഇത്ര വർഷം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റിൽ ഞാൻ ലോസിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കി അവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഫോറക്സിലേക്ക് പോയി, സ്റ്റിൽ അവിടെയും ലോസിലാണ്. ക്രിപ്റ്റോയിലും ലോസിലാണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട്, എവിടെയും എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഒന്നാമത്തെ കേസ്. ഒരാളുടെ ക്ലാസ്സും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ല ഒരു പോയിൻ്റ് വരെ. ഏതാണ് ആ പോയിൻ്റ് എന്നറിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനെ മാത്രം ട്രേഡ് ചെയ്യാനിരിക്കുന്നത് വരെ, അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് വരെ ഒരാളുടെ ക്ലാസ്സും നിങ്ങൾക്ക് ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. ക്ലാസ് കൊണ്ടല്ല നിങ്ങളൊരു ട്രേഡർ ആവുന്നത്, നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. ആ ക്ലാസ് എടുത്ത ആൾ, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനെ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എത്താനായിട്ട് ഞാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്ര ടൈം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ എക്സ്പീരിയൻസിലേക്ക് എത്താനായിട്ട് നിങ്ങൾ അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ട്രേഡിങ് എന്ന് പറയുമ്പം ലെറ്റ്സ് സേ ഒരു സർജൻ ആണെന്നുണ്ടെങ്കിലും, ലെറ്റ്സ് സേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർ ആണെന്നുണ്ടെങ്കിലും, അയാളൊരു മാസം ഉണ്ടാക്കുന്ന സാലറി എന്താണോ അത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രൊഫഷനാണ്. ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ആ ഈസിനെസ്സിലേക്ക് എത്താനാണ്, അതല്ലെങ്കിൽ ഈസി വേയിൽ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? ആ ഒരു ഈസി വേയിൽ നിങ്ങൾക്ക് ആ സാലറി ഉണ്ടാക്കിയെടുക്കണം, ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് ചുമ്മാ ബൈ ആൻഡ് സെല്ല് എന്നുള്ളതാണ്. ഈ ബൈ ആൻഡ് സെല്ല് എന്നുള്ള സംഗതി ചെയ്യാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് പറ്റൂലേ? പറ്റും. ബൈ എന്നുള്ളത് മൗസ് ക്ലിക്ക് ചെയ്താൽ മതി, ബൈ ആവും. സെല്ല് എന്നുള്ളത് മൗസ് ക്ലിക്ക് ചെയ്താൽ സെല്ലാവും. അതിന് പ്രത്യേകിച്ച് തലവേദനയോ പരിപാടിയോ പഠിത്തമോ ഒന്നും വേണ്ട. അവിടെയാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഈ എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കുന്ന 2 ദിവസത്തെ ബൂട്ട് ക്യാമ്പ് കൊണ്ടോ, 1 മാസത്തെ കോഴ്സ് കൊണ്ടോ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ ഇതിനകത്തൊന്നും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്നത്. ആ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? എൻ്റെ ട്രേഡാണ്, പ്രോപ്പർ ട്രേഡാണ്, ഇതെടുത്തോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കയറിക്കോ, മാർക്കറ്റ് വിട്ട് പോവാണ് എന്നുള്ളതടക്കം നിങ്ങളെ മനസ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്ന് പറയുന്ന ആൾ പ്രോപ്പറായിട്ട് ഡീസൻ്റായിട്ട് ലോസുകൾ ഉണ്ടാക്കുന്നവരാണ്. എഴുതി വെച്ചോ വേണമെങ്കിൽ, ഡീസൻ്റ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാക്കുന്നവനാണ് ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്ന് പറയുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നവൻ സക്സസ്ഫുൾ ട്രേഡർ അല്ല. നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പം ട്രസ്റ്റ് മീ, ഇപ്പം ഞാൻ എന്താണോ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതിനേക്കാട്ടിലും വലിയ പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ പല ആളുകളും ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്കതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം ലോസുകൾ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത്. ലോസുകൾ ഉണ്ടാക്കാൻ പഠിക്കണം. ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ലോസ് ഉണ്ടാക്കാൻ പഠിക്കണം. ലോസ് ഉണ്ടാക്കാൻ പഠിക്കാനൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ബൈയും സെല്ലും ചെയ്തിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് സെല്ല് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ കോൺട്ര ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ട്രേഡ് എടുത്താൽ പോരെ. ആ ലോസ് അല്ല, നിങ്ങളുടെ കൺട്രോളിലുള്ള ലോസുകൾ നിങ്ങൾ എടുക്കാൻ പഠിക്കണം. അങ്ങനെ എടുത്ത് പഠിച്ചാൽ മാത്രമേ, അത് ഒരു ശീലമാക്കിയാൽ മാത്രമേ, നിങ്ങളുടെ ലോസിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ്സിനെ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സക്സസ്ഫുൾ ട്രേഡർ ഒരിക്കലും ലോസിനെ പേടിക്കില്ല. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വൺസ് ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേടിയാണ്, അതിനെ റിക്കവർ ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്ത വരുന്നത്? എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കോഴ്സുകൾ വിൽക്കുന്നവരും ആവശ്യമില്ലാത്ത അറ്റൻഷൻ സീക്കേഴ്സിൻ്റെയും ഒരു മോഹവലയത്തിൽ ട്രാപ്പായി കിടക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നോക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു പോയിന്റിലേക്ക് മാത്രമാണ്. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോയിന്റിന് ഒരു ബാക്ക് എൻഡ് ഉണ്ട്. ആ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി പെയിൻഫുൾ. ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഗതി, നിങ്ങൾ ട്രേഡർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90% ആളുകളും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ക്വിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഏതാണ് ആ പോയിന്റ്? നിങ്ങൾ ട്രേഡിംഗ് എന്നുള്ളൊരു ഗെയിമിലേക്ക് വരുമ്പോൾ നിങ്ങളവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റപ്പെടും, കുടുംബജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും, ഫാമിലി സർക്കിളിൽ നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ ഒറ്റപ്പെടും, കംപ്ലീറ്റ്ലി നിങ്ങൾ ലോസ്റ്റ് ആവും. കാരണം അവിടെ നിങ്ങൾക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആവും, മെൻ്റലി നിങ്ങൾ ഒന്നിനും പറ്റാത്തവനായി പോകും. ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ 90% ആളുകളും ഈ ഗെയിം നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നത്.
ആൻഡ് അതേ 90% കണക്കാണ് സെബിയും പറഞ്ഞിട്ടുള്ള 90% ആളുകൾ ലോസ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. ആൻഡ് അതും കഴിഞ്ഞിട്ട് ഇടാനുള്ളത് ആകെ 10% മാത്രമേ ഉള്ളൂ. ആ റിസൾട്ടിന് കാത്തു നിൽക്കാണ്ട് നിങ്ങൾ അവിടുന്ന് കിറ്റ് ചെയ്ത് പോകും. നിങ്ങൾ ഈ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സെയിം പോയിന്റ് തന്നെയാണ്. നമ്മൾ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിനകത്തുള്ള റിസൾട്ട് ലോസും പ്രോഫിറ്റും ഒക്കെ നമ്മൾ എഴുതി വെക്കും. വെൻ ഇറ്റ് കംസ് ടു റിയൽ മാർക്കറ്റ്, ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 70% ആക്യുറസി അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും, 30 ട്രേഡ് ലോസ് ഉണ്ടാവും. ബട്ട് ഈ 30 ട്രേഡ് ആദ്യം വന്നേക്കാം, അവസാനം വന്നേക്കാം, അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് 30 ട്രേഡ് വന്നേക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബാക്ക് ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളൊരു നമ്പർ ഓഫ് കൗണ്ട് എടുക്കുമ്പോൾ 100 ട്രേഡ് എടുക്കുമ്പോൾ അതിനകത്ത് 30 ലോസ് ഉണ്ട്. ആ 30 ചിലപ്പോൾ 1, 2, 3, 4, 5 ഒരുമിച്ച് വന്നേക്കാം, അല്ലെങ്കിൽ 10 ഒരുമിച്ച് വന്നേക്കാം. മാർക്കറ്റിൻ്റെ വേസ്റ്റ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ മേ ബി 10 ഒരുമിച്ച് കിട്ടിയേക്കാം. ബട്ട് നിങ്ങൾ അതേ സ്ട്രാറ്റജീനെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈ 10 ലോസ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് കിറ്റ് ചെയ്തു. ബട്ട് അത് കഴിഞ്ഞാൽ അതിനൊരു ഫ്രൂട്ട്ഫുൾ ഫേസ് ഉണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുന്നേ ഇല്ല, അടുത്ത സ്ട്രാറ്റജീനെ പിടിച്ചു. അതേ സംഗതിയാണ് ഇവിടെയും വരുന്നത്. ഈ 10% എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രേഡറായി. ബട്ട് ഈ 90% ഉള്ള കാര്യങ്ങൾ എത്തുമ്പോഴേക്ക് നിങ്ങൾ 90% ആളുകളും കിറ്റ് ചെയ്തിട്ടുണ്ടാവും. റിയാലിറ്റി അല്ലേ ഞാൻ പറയുന്നത്? സോ ബാക്കി 10% എത്തിക്കഴിഞ്ഞാലാണ് ട്രേഡിങ്ങിൻ്റെ റിയൽ ഗെയിം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ആക്ച്വലി ട്രേഡിങ് എന്നുള്ള സംഗതി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ എത്രത്തോളം നിങ്ങൾ പെയിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഹാപ്പിനെസ്സിനെ ഫീൽ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയല്ല. അപ്പോഴേക്കും നിങ്ങൾ പേടിച്ചിട്ട് ഓടുകയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്. ബട്ട് അതിൻ്റെ റൈറ്റ് വേ ആണോ? ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് റൈറ്റ് വേയിലാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് അതിൻ്റെ റൈറ്റ് ട്രാക്കിലാണോ നമ്മളുടെ ഹാർഡ് വർക്ക്? നിങ്ങളൊരു ദിവസം മൊത്തം ചാർട്ടിൻ്റെ മുമ്പിലിരുന്നു എന്ന് വെച്ചിട്ട് അതൊരു ഹാർഡ് വർക്ക് ആവുന്നില്ല. സോ നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് വേയിലാവേണ്ടതുണ്ട്. ആ റൈറ്റ് വേ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ട്രേഡിങ്ങിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക. ഒരുപാട് സ്റ്റഡീസ് വെച്ചിട്ട്, ഒരുപാട് ഫാൻസി സ്റ്റഫ്സ് വെച്ചിട്ട്, ഈ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ളിടത്തും കാണുന്ന പുതിയ പുതിയ ടെക്നിക്സ് വെച്ചിട്ട്, ഇതൊന്നും വെച്ചിട്ട് ട്രേഡിങ്ങിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈസിയസ്റ്റ് വേയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ, അത് പ്രൈസ് ആക്ഷൻ ആവട്ടെ, SMC ആവട്ടെ, ഇൻഡിക്കേറ്റർ ആവട്ടെ, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസിയസ്റ്റ് വേയിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടെന്നേ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ മാന്യമായിട്ട് മാർക്കറ്റ് തരും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു മാർക്കറ്റ്, ലൈവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ഐ എം എ ട്രേഡർ, ഐ മസ്റ്റ് ട്രേഡ്, ഈ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയേക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു യുവർ ഡ്യൂട്ടി, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ജോലി ചെയ്തിരിക്കണം. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ സാലറി എന്ന് പറഞ്ഞൊരു സംഗതി കിട്ടുന്നുണ്ട്. ഇവിടെ വരുമ്പം ഐ എം എ ട്രേഡർ, ഐ ഹാവ് ടു ട്രേഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയേക്കുക. നിങ്ങളൊരു പെർഫോമറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വന്നാലേ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ. നിങ്ങൾക്ക് ഇവിടെ ഒരു സാലറിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, ഉണ്ടോ? നിങ്ങൾക്ക് ആ ട്രേഡ് എടുത്ത് ആ ട്രേഡ് സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, പ്ലഷർ കിട്ടുന്നുണ്ട്. ആ ട്രേഡ് സക്സസ് ആവണം. സോ ട്രേഡറാണ് എന്നുള്ളത് കാരണം മാത്രം വെച്ചിട്ട് ഞാൻ ട്രേഡ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിവെക്കുക. അങ്ങനെ മാറ്റിവെച്ചാൽ തന്നെ ഈ ഒരു സംഗതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ തന്നെ നിങ്ങളുടെയൊക്കെ കരിയർ വേറെ ലെവലിലേക്ക് മാറും. 9-16 ആകുമ്പോഴേക്കും ഓക്കെ ഞാനൊരു ട്രേഡറാണല്ലോ, അല്ലെങ്കിൽ ഞാൻ വീട്ടുകാരോട് പറയുന്നത് ഞാൻ ട്രേഡ് ചെയ്യുന്നു എന്നാണല്ലോ, ഐ ഹാവ് ടു ട്രേഡ്. ഈ ആറ്റിറ്റ്യൂഡ് എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു പെർഫോമറാണ്, ഞാൻ പെർഫോം ചെയ്യേണ്ടത് എൻ്റെ പ്രോപ്പർ പോയിന്റിലാണ്. ആ ഒരു വേയിലും ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവുന്നേ. ഇതിൻ്റെ രസം നിങ്ങൾ അറിയുന്നത് എപ്പോഴാണെന്നറിയോ? ചാർട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ 2 വര എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്, അല്ലേ? എന്തിനായി പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ ഈ അനലൈസ് ചെയ്തത് പ്രോപ്പർ ആകുമ്പോൾ ഞാൻ ഹാപ്പി ആവുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഈ മാർക്കറ്റിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യനാണ്, ബട്ട് ഈ മാർക്കറ്റിനെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ചാർട്ടിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഈ മണി എന്ന് പറയുന്ന സംഗതിനെ സെക്കൻഡായിട്ട് നിർത്തിയാൽ മാത്രമേ ആ ഹാപ്പിനെസ്സിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ മണി എന്ന് പറയുന്ന കാര്യം സെക്കൻഡറി ആയിട്ട് നിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ട്രേഡിങ്ങിനെ ഒരു കരിയറാക്കി എടുക്കുന്നതിന് മുമ്പ്, ട്രേഡിങ് എന്നുള്ള പരിപാടി ചെയ്യാനായിട്ട് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് മുണ്ടും മടക്കുത്തി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്താ പറഞ്ഞതിനർത്ഥം?
സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. യാതൊരുവിധ പ്രഷറും ഇല്ലാണ്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ പ്യുവറസ്റ്റ് ഫോമിലിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ട്രേഡിംഗ്. ഇവിടെ പ്രഷറിന്, ഇവിടെ ഗ്രീഡിന്, ഇവിടെ ബാക്കിയുള്ള ചിന്തകൾക്ക്, നിങ്ങളെന്ന വ്യക്തിക്ക്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സുകൾക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ എത്ര കോടിയുണ്ടെങ്കിലും മാർക്കറ്റിന് നിങ്ങൾക്ക് അനക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തോന്നലുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. നിങ്ങൾ ഈ ജോലിയും കൂലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഐ വാണ്ട് ടു ബിക്കം എ ട്രേഡർ എന്നും പറഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിലൊരു പ്രഷറുണ്ട്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് മാസം EMIs വരാനുണ്ട്, നിങ്ങൾക്ക് മാസം ബാക്കിയുള്ള എക്സ്പെൻസുകൾ വരാനുണ്ട്, നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ? സോ നിങ്ങൾക്കൊരു ട്രേഡർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആളുകളൊക്കെ എന്താണെന്നറിയോ, പഠിത്തത്തിൽ നിന്നൊക്കെ മാറിയിട്ട് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം കൂടിയായിട്ട് ഈ ട്രേഡിങ്ങിനെ സ്വീകരിച്ച് വരുന്നതായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ട്രേഡിങ് മാത്രമാണ് ചെയ്യുന്നത്, പഠിത്തവും കാര്യങ്ങളൊക്കെ കിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മണ്ടത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ജോലി കിറ്റ് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് വരിക, പഠിക്കാൻ മടിയായതുകൊണ്ട് ട്രേഡർ ആവുക, വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ട്രേഡർ ആവുക. ഇത് ട്രേഡർ ആവുക എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര രസമുള്ള പരിപാടിയാണ്? അല്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ബാക്കിയുള്ളവർ കാണിക്കുന്നത് പോലെ ഒരു ഫേക്ക് ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫെയിം ആവാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾക്കൊരു ട്രേഡർ ആവാൻ കഴിയില്ല. ട്രേഡർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. ട്രേഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഓക്കെ, എനിക്കൊന്നും സംഭവിക്കാനില്ല, എൻ്റെ ലൈഫും കാര്യങ്ങളും ഒക്കെ പോകാനായിട്ടുള്ള സംഗതി അവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ബാക്കിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന വേ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു നല്ല ട്രേഡിംഗ് ഡേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ട്രേഡ് എടുക്കണം എന്നുള്ള വാശി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് വാശിയുണ്ട്. കാരണം എന്താ? ഒന്ന്, നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ള കാശായിരിക്കാം. മേ ബി നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളും റൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ജോബോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ട്രേഡ് എടുത്തേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ വൺസ് ട്രേഡിങ്ങിൽ നിന്ന് സെറ്റായി എന്ന് 110% എനിക്ക് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ്, അതിന് ശേഷവും ഞാൻ കുറച്ച് കാലം ഷോപ്പ് നടത്തിയിട്ടുണ്ട് കേട്ടോ, അതിനുശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത്. അതുവരെ ഞാനത് റൺ ചെയ്തുകൊണ്ടിരുന്നു. കാരണം എനിക്ക് റിയലൈസേഷൻ ഉണ്ടായി, ഇതല്ല, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രഷർ വീണ്ടും കൂടുകയാണ്, ട്രേഡിങ്ങിലേക്ക് എനിക്ക് തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ നിങ്ങൾക്കൊരു പ്രോപ്പർ ട്രേഡർ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്നേ, നിങ്ങളൊരു 5-6 മാസം വർക്ക് ചെയ്യുക, എന്നിട്ടൊരു ക്യാപിറ്റൽ ഉണ്ടാക്കുക, എന്നിട്ട് വന്നിട്ട് ട്രേഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതും തോന്നുന്നത് പോലെ പൊട്ടിച്ച് കളയുക എന്നുള്ളതല്ല. പ്രോപ്പർ റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വന്നിട്ട് ട്രേഡ് ചെയ്യുക. എഗെയിൻ നിങ്ങൾ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗെയിൻ ശ്രമിക്കുക, എഗെയിൻ ജോലിക്ക് പോവുക, എന്നിട്ടൊരു പ്രോപ്പറായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും ഉണ്ടാക്കി വന്നിട്ട് എഗെയിൻ ട്രേഡ് ചെയ്യാനിരിക്കുക. അല്ലാണ്ട് എന്താ പറയുക, ഇതിനകത്ത് നിന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇതിനകത്ത് തന്നെ ഏൺ ചെയ്യണം എന്നുള്ള ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ ട്രേഡിങ് നടക്കില്ല. കുറച്ച് ഡിഫിക്കൽട്ടാണ് കാര്യങ്ങളിവിടെ. കാരണം ഇവിടെ പൈസ എന്നുള്ള ആസ്പെക്റ്റിന് സെക്കൻഡറി ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു കരിയർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വൺസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രീതിയിലും നിങ്ങൾ ഒറ്റപ്പെട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് ബാക്കിയുള്ള ഈ 10% വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുന്ന ടൈം ഉണ്ടല്ലോ, ആകെ 10% ആളുകൾ മാത്രമാണ് അവിടെ എഫേർട്ട് ഇടുന്നത്. അതാണ് റിയാലിറ്റി. ആ 10% നിങ്ങൾക്ക് അച്ചീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ മുടക്കിയിട്ടുള്ള സമയവും ഈ എടുത്തിട്ടുള്ള പ്രഷറും ഈ എടുത്തിട്ടുള്ള ഒറ്റപ്പെടലും നിങ്ങളുടെ വിട്ടുപോയിട്ടുള്ള എല്ലാ സംഗതികളും നിങ്ങളിലേക്ക് തന്നെ വരും. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ വേറൊരു പണിയൊന്നും എടുക്കണ്ട. കാരണം ആ സമയത്ത് നിങ്ങളെന്ന വ്യക്തിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. സോ ആ സമയത്ത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ അടുത്തേക്ക് വരും. ബട്ട് അവിടെ നിങ്ങൾ എഗെയിൻ ഈ പറഞ്ഞതുപോലെ ഒരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ സ്വഭാവം പഠിക്കാനായിട്ട്, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യം നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു ട്രേഡറും ഇന്ന് വന്ന് 3-ാമത്തെ ദിവസം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സംഗതിയല്ല. അങ്ങനെ ആയിട്ടുണ്ട്. ബട്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ കൺസിസ്റ്റൻസിയിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് വേണം നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. എന്താ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ ജോബ് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ ട്രേഡർ ആവാൻ വേണ്ടി ജോബ് ക്വിറ്റ് ചെയ്യുകയാണ് ഞാൻ, എനിക്ക് ഒരു 5 വർഷം ജീവിക്കാനുള്ള പരിപാടി എൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ക്വിറ്റ് ചെയ്യുക.
ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. ട്രേഡിങ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിൽ നിന്നിട്ടും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ട്രേഡർ വേറെ ഒരു സംഗതിയും ചെയ്യാൻ പാടില്ലാത്തവനാണ്. അങ്ങനെ ഒരു നിയമമോ നിർബന്ധമോ ഒന്നുമില്ല. നിങ്ങൾക്ക് ട്രേഡിംഗ് പാഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോവാം. ജോലിക്ക് പോയി വന്നതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ക്രൂഡിലും ഗോൾഡിലും കമ്മോഡിറ്റീസിലും ട്രേഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോറക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ട്രേഡ് ചെയ്യാം. ഇപ്പം ക്രിപ്റ്റോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലീഗലായിട്ടുള്ള തന്നെ ഉണ്ട്, ഡെൽറ്റ എക്സ്ചേഞ്ച് പോലെയുള്ള, അതിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? സോ ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സംഗതിനെയും നിങ്ങൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. ആദ്യം ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കരിയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ലൈവ് മാർക്കറ്റിൽ സ്റ്റഡി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫോറക്സിലേക്ക് പോകാമല്ലോ. ട്രേഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എടുക്കണ്ടെന്നേ, നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിലേക്ക് പോകാമല്ലോ. അവിടെ പോയിട്ട് നിങ്ങളുടെ സ്റ്റഡി പെർഫെക്റ്റ് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ സംഗതി വഴങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കാമല്ലോ. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതിയാണ്, ട്രേഡിങ് ആർക്കും പാഷനൊന്നും അല്ല. ഇങ്ങനെയൊന്നും പറയല്ലേ നിങ്ങൾ. എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് ട്രേഡിങ് എനിക്ക് പാഷനാണ്, മണ്ണാങ്കട്ടിയാണ്. ട്രേഡിങ് ആർക്കും പാഷനൊന്നുമല്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എടുക്കാണ്ട് അവനവൻ്റെ കംഫർട്ട് സോണിലിരുന്ന് വേർക്കാണ്ട് കാശുണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഫേക്ക് ആളുകൾ കാണിച്ചു തരുന്ന മായാലോകത്തിലേക്ക് എത്തിപ്പെടാൻ കാണിക്കുന്ന ഒരു തത്രപ്പാട് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പാഷനോ ഒന്നുമല്ല. നിങ്ങളാരും ജനിച്ച് വീണ് മുട്ടിലായിരുന്ന സമയത്ത് തന്നെ ചാർട്ട് നോക്കിയിട്ട് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്ന് ഇങ്ങനെയൊന്നും നിങ്ങളാരും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? ഇപ്പോൾ ചെറിയ കുട്ടികൾ, കഴിവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ വയസ്സിലും 3ാമത്തെ വയസ്സിലൊക്കെ പാട്ട് പാടും അല്ലേ? ചിലർ വരച്ചു തുടങ്ങും, ചിലർ എന്താ പറയുക ഭയങ്കര ഐക്യു കാണിക്കും. അത് ആ കുട്ടികൾക്കുള്ള പാഷനാണ്, ആ കുട്ടികൾക്കുള്ള കഴിവാണ്. ബട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ എന്നാ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഒരു പാട്ട് പാടാൻ കഴിവുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പന്ത് കളിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി 10 വയസ്സാകുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ കഴിവ് എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് റെക്കഗ്നൈസ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങൾ എന്നാ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയേ? കൊറോണ സമയത്ത് അല്ലേ? അതിന് മുമ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല. സോ മനസ്സിലാക്കുക, ഇതൊരു പാഷനോ മാങ്ങാത്തൊലിയോ ഒന്നുമല്ല. പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴിയാണ്. സോ ഈ പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുമ്പം ഒരു അഡ്വക്കേറ്റ് ആയിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു സർജൻ ആയിട്ടിരുന്നിട്ട് അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അയാൾ എത്രയോ വർഷത്തെ എഫേർട്ട് അവിടെ ഉണ്ട് എന്നുള്ളത്. അത് കൊടുക്കാൻ നിങ്ങൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുടുംബം വിറ്റാൽ പോലും മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നില്ല. മാർക്കറ്റ് നിങ്ങളെ ട്രാപ്പാക്കാനായിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്, അതായത് ഓപ്ഷൻസ് മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇക്വിറ്റിന് ആ സെഗ്മെൻറ്റിൽ കൂട്ടുന്നില്ല കേട്ടോ. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അത് നിങ്ങളെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ് ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിട്ടുള്ള സംഗതിയാണ്. സോ നിങ്ങൾക്ക് പാഷനല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ ചെയ്യേണ്ട സംഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രേഡ് എടുത്തുകൊള്ളണം, ഐ ആം എ ട്രേഡർ, ഐ ഹാവ് ടു ട്രേഡ്, ഐ ഹാവ് ടു ടേക്ക് എ ട്രേഡ്, ഈ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നേ. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി എന്ന് പറഞ്ഞ സംഗതി ഒരു 100 മീറ്റർ സ്പ്രിൻ്റ് അല്ല, അതൊരു മാരത്തൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് വിൽ ടേക്ക് ടൈം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യം മനസ്സിലാക്കുക, ഗെറ്റ് റിച്ച് ക്വിക്കർ എന്ന് പറഞ്ഞൊരു ഫീൽഡേ അല്ല ട്രേഡിങ്. പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല ട്രേഡിങ്. അത് നിങ്ങൾക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കാണിച്ചു തരാണ് അവരുടെ കോഴ്സുകൾ ബൈ ചെയ്യാനായിട്ട്. അവിടെ അവരാണ് പെട്ടെന്ന് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ വെച്ചിട്ട് അവരാണ് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ എന്ന് പറയുന്നതിന് വലിയൊരു പാർട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ എത്ര കൊടുക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര റിവാർഡ് മാർക്കറ്റ് തരും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മാർക്കറ്റാണ്. നിങ്ങൾക്ക് അവിടെ യാതൊരു റോളുമില്ല. നിങ്ങൾ എത്ര കൊടുക്കും എന്നുള്ളതിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ ട്രേഡുകൾ ക്വാളിറ്റി ഉള്ളതാക്കുക, നിങ്ങളുടെ അനാലിസിസുകൾ ക്വാളിറ്റി ഉള്ളതാക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്വാണ്ടിറ്റിക്ക് ഇവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുത്താലും ഈ മാർക്കറ്റൊന്നും അറിയാൻ പോകുന്നില്ല. ബട്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി സൈസ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അതറിയും, നിങ്ങളുടെ മനസ്സതറിയും, നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആവും. മനസ്സിലാക്കുക കാര്യങ്ങൾ. സിംപ്ലസ്റ്റ് വേയിലാണ് പറഞ്ഞു തരണേ. എനിക്ക് തോന്നുന്നില്ല ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേഡിങ് എന്താണെന്നുള്ളത് വേറൊരാൾ പറഞ്ഞു തരുന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന പ്രഷറുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്
വേറൊരാൾ ഇതേപോലെ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം തന്നെ ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ട്രേഡിങ്ങിൽ വലിയ പ്രോഫിറ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്? അല്ല, അവിടെ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനാണ് അവിടെ ഏറ്റവും വലിയ വാല്യൂ ഉള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും. ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങളൊരു കാര്യത്തിൽ മാസ്റ്ററായി എന്നുള്ളതിലാണ്. നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോളുകളാണ്, ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് പഠിച്ചിട്ടുണ്ട്, മറ്റിടത്ത് പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രേഡർ ആവാൻ പറ്റാത്തത്? ഈ മെൻറ്റേഴ്സ് വിചാരിച്ചാൽ നിങ്ങളെ ട്രേഡർ ആക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് പഠിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്താൽ പ്രോഫിറ്റബിൾ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സിമ്പിളായിട്ടുള്ള കാര്യം ആവൂല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവണം, നിങ്ങൾ സക്സസ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. എനിക്ക് 5% അല്ലെങ്കിൽ 10% ഇട്ട് തരാൻ പറ്റുള്ളൂ. ബാക്കി 90% ഇടേണ്ടത് നിങ്ങളാണ്. ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ തരുന്ന ലെവൽസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് പഞ്ച് ചെയ്യേണ്ട ആൾ നിങ്ങളാണ്. അവിടെ ക്വാണ്ടിറ്റിനെ മാനേജ് ചെയ്യേണ്ട ആൾ നിങ്ങളാണ്. പ്രോഫിറ്റ് കാണുമ്പം അതിനെ ഹോൾഡ് ചെയ്യാനും ലോസ് കാണുമ്പം ഓക്കെ ലോസ് കഴിഞ്ഞു, എൻ്റെ ലോസ് കപ്പാസിറ്റി കഴിഞ്ഞു, ഞാൻ ഇന്നത്തെ നിർത്തി ചെയ്യേണ്ടത് നിങ്ങളാണ്. ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്, അല്ലേ? അതാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത്. ഇവിടെ മൈൻഡ് സെറ്റിന് ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ആ മൈൻഡ് സെറ്റ് എന്നുള്ള സംഗതി നിങ്ങൾക്ക് മാത്രമേ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതൊരു മെൻറ്റർ വിചാരിച്ചാലും കിട്ടൂല. അത് കുപ്പിയിലടച്ച് വെക്കാൻ പറ്റുന്ന ലേഹ്യമോ അല്ല, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര പേര് ജേണൽ കീപ്പ് ചെയ്യുന്നുണ്ട്? ജേണൽ എന്ന് പറയുന്ന സംഗതി മാർക്കറ്റിൽ ട്രേഡിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരിക്കൽ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. നിർബന്ധമായിട്ട് നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചാലല്ലേ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ പോൾ ഇട്ടിട്ടുള്ളതെന്ന് നോക്കി. എനിക്ക് തോന്നുന്നു ഒരു ദിവസമാണ് ബ്രേക്ക് ഈവൻ എന്നുള്ള ഇട്ടിട്ടുള്ളത്. ഒരു ദിവസം 1-2 ദിവസം ബിഗ് ലോസ് എന്നുള്ളതാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം അതിനെടുത്ത് നോക്കി. ബാക്കിയുള്ള ദിവസമൊക്കെ ഓവർ ട്രേഡ് ആട്ടേങ്ങനെ. ഈ ഓവർ ട്രേഡിൽ 13%, 15%, 18% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാർക്കാ കൺട്രോൾ ചെയ്യാൻ പറ്റുക? നിങ്ങളെ മെൻറ്റർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ 10 സ്ഥലത്ത് പോയി പഠിച്ചത് കൊണ്ട് ഇതിൻ്റെ ഒരു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി ട്രേഡ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ട്രേഡ് പോയാലും ഐ ഡോണ്ട് കെയർ. എൻ്റെ എഗെയിൻസ്റ്റായിട്ട് മാർക്കറ്റ് പോയാലും ഞാൻ എൻ്റെ തെറ്റിനെ ഞാൻ അംഗീകരിക്കും, അല്ലെങ്കിൽ ഞാൻ തോൽവി സമ്മതിക്കും. ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു മെൻറ്റർക്ക് എന്താ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക? ഫേക്ക് പ്രോമിസസ് തരാൻ പറ്റും. ഞാൻ പഠിപ്പിച്ച ഇത്ര ആൾക്കാർ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു, 5000 ചില്ലാനം പ്ലസ് സ്റ്റുഡൻസ് എനിക്കുണ്ട് എന്നുള്ളത്. ഈ കുരിപ്പിനെ എവിടുന്ന് ട്രേഡ് ചെയ്യാൻ സമയം ഉണ്ടാവുക? ഈ 5000 ചില്ലാൻ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത് കണ്ടിട്ടാണോ നിങ്ങൾ ഈ 2 ദിവസത്തെ ബൂട്ട് ക്യാമ്പിനും 3 ദിവസത്തെ മാസ്റ്റർ ക്ലാസ്സിനും പോകാൻ നിൽക്കുന്നത്? ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം, അവരുടെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന് പിന്നെ എവിടെയായി ട്രേഡ് ചെയ്യാൻ സമയം? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഞാൻ പഠിപ്പിക്കാറില്ല എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഞാൻ പഠിപ്പിക്കാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസിന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്നുണ്ട് ഡിസ്കഷൻ. ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ ചോദിക്കുന്ന ഡിസ്കഷന് ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും ഡൗട്ടും ക്ലിയർ ആവുന്നുണ്ട്. ഞാൻ 101 പോയിട്ട് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ ആദ്യം ഈ ആവശ്യമില്ലാണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിനെ മാറ്റിവെക്കുക. ട്രേഡർ അല്ലെങ്കിൽ ട്രേഡറായി ജീവിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രേഡറായി മാറുക എന്ന് പറയുന്നത് ഒരുപാട് കടമ്പകൾ ചാടി കിടക്കേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇതെന്നുള്ളത്. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടീശ്വരന്മാരായിട്ടുള്ള ആരും ട്രേഡേഴ്സ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ എത്ര ട്രേഡേഴ്സിനെ കണ്ടിട്ടുണ്ട്? ലൈഫിൽ കോടീശ്വരനായിട്ടുള്ള എത്ര ട്രേഡേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലേ? സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ട്രാക്കിനെ ചൂസ് ചെയ്യേണ്ടത് ബാക്കിയുള്ള വേറൊരാളുടെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാവരുത്. അയാൾ മേ ബി നിങ്ങളുടെ മോറൽ വാല്യൂസ് പോലും കാത്തു സൂക്ഷിക്കാത്ത ഒരാളായിരിക്കാം. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. സോ അത് മേ ബി നിങ്ങളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങളോട് ചോദിക്കുക, എനിക്ക് എന്താണ് വേണ്ടത്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ആ ഒരു പോയിൻ്റ് വരെ എനിക്ക് എന്താണ് വേണ്ടത്? ലെറ്റ്സ് സേ 5 വർഷം ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാണ്. എനിക്ക് 5ാമത്തെ വർഷം കൊണ്ട് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആയാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത 1 വർഷം ഞാൻ ഈ മാർക്കറ്റിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? എൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം, എൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറ്റിയതിന് ശേഷം എന്താണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ആൻഡ് അതിനുശേഷം അടുത്ത 1 വർഷം ഞാൻ എന്താണ് മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? എല്ലാം കൂടി ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ തീർക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഗെറ്റ് റിച്ച് ക്വിക്കർ, അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ പറ്റിക്കാനായിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. നിങ്ങളാരും പഠിപ്പിച്ച് വലിയ ട്രേഡർ ആവണമെന്ന് ഇവർക്ക് ആർക്കും യാതൊരു നിർബന്ധമില്ലാന്നേ. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും ഇവർക്ക് ആർക്കും യാതൊരു നിർബന്ധവുമില്ല. ദേ ആർ ജസ്റ്റ് എന്താ പറയുക, ഒന്നെങ്കിൽ അവർക്ക് ഫേമസ് ആവണം, അല്ലെങ്കിൽ അവർക്ക് ഫേക്ക് പ്രൊമോഷൻസ് കാണിച്ചിട്ട് എന്തെങ്കിലും അപ്സെൽ ചെയ്യണം. ഇതൊക്കെയാണ് ആവശ്യങ്ങളെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വക ട്രാപ്പിലൊന്നും പോയി പെടാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് റൂള് നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു പാത്ത് എന്താണെന്നുള്ളത് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക. എന്താണ്, എവിടെയാണ് എനിക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. എന്നിട്ട് അതിനകത്ത് 100% കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 90% എത്തുമ്പോഴേക്കും വിട്ടിട്ട് ഓടാണ്ടിരിക്കുക. ലോസിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തിൽ തോൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. തോൽവി അംഗീകരിച്ചവൻ മാത്രമേ വളർന്നിട്ടുള്ളൂ, അല്ലേ? തോൽവി അംഗീകരിക്കാത്തവൻ എന്താ സംഭവിച്ചിട്ടുള്ളൂ? നമ്മൾ കാണുന്നതല്ലേ. ലെറ്റ്സ് സേ ഇപ്പം ജസ്റ്റ് ഒരു അനിമൽ പ്ലാനറ്റ് ഇട്ട് നോക്കിയേ നിങ്ങൾ. ലെറ്റ്സ് സേ ഒരു പുലി ഒരു മാനിൻ്റെ കൂടെ പിറകെ ഓടി നോക്കുക. അതിനെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് പുലി കൊക്കയിലെടുത്ത് ചാടാറുണ്ടോ? ഇല്ല. ആ തോൽവി അംഗീകരിച്ച് അടുത്തതിൻ്റെ പിറകെ പോവും, അല്ലേ? അത് അംഗീകരിച്ച് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുടെ എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത്. ഞാൻ തോറ്റു എന്നുള്ളത് അംഗീകരിക്കുക. സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളുക. സ്റ്റോപ്പ് ലോസ് ട്രേഡിങ്ങിൻ്റെ അവസാനമൊന്നുമല്ല. ബട്ട് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ട് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ട്രേഡിംഗ് ഡേയുടെ അവസാനമായിരിക്കും. നിങ്ങളൊരു 100 ദിവസം ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് 1 ദിവസം കൊണ്ട് ലോസാക്കി കളയാണ്, അല്ലെങ്കിൽ 4-5 ദിവസം കൊണ്ട് നിങ്ങളത് ലോസാക്കി മാറ്റുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. നിങ്ങളിപ്പം ചില ആൾക്കാർ ചിന്തിക്കും, ഓക്കെ എൻ്റെ അക്കൗണ്ടിൻ്റെ 50% അല്ലേ പോയിട്ടുള്ളൂ, ബട്ട് ആ അക്കൗണ്ടിനെ ഇനി തിരിച്ചങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് 200% ഗ്രോ ചെയ്യേണ്ടേ, അല്ലെങ്കിൽ 100% ഗ്രോ ചെയ്താലേ നിങ്ങളുടെ ക്യാപിറ്റൽ വരുള്ളൂ. സോ ലോസിനെ അക്സെപ്റ്റ് ചെയ്തൂടെ? സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ ഓക്കെ, ഹിറ്റായി, ഞാൻ ആ പരിപാടി നിർത്തി, ഇന്നത്തെ ട്രേഡ് ഞാൻ നിർത്തി, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു ട്രാക്കിലൊന്ന് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ സോൾവ് ആവും. വൺസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ കൊടയും വടിയെടുത്ത് ഇറങ്ങുകയാണ്. പിന്നെ കാടും പടലും മൊത്തം തല്ലലാണ്. എങ്ങനെയെങ്കിലും ഇതിനൊന്ന് റിക്കവർ ചെയ്തെടുക്കണം. എന്തിനാന്നേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൻ്റായിട്ട് ലോസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ്. ഡീസൻറ്റ് ലോസുകൾ ബുക്ക് ചെയ്യുന്നവരാണ് ട്രേഡർ. ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ വലുപ്പം ഞാൻ ഇത്രയും കാലമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയാറുള്ള സംഗതിയുണ്ട്, ലോസ് ബുക്ക് ചെയ്തു. എന്തിനാ ഈ ലോസ് ബുക്ക് ചെയ്തു എന്ന് ഞാൻ പറയണേ? പല ട്രേഡേഴ്സും, നിങ്ങൾ തന്നെ പല കമ്മ്യൂണിറ്റിയിലുണ്ടാവും, അവരെന്തെങ്കിലും ലോസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊന്നും ലോസ് എടുക്കാറില്ല, പ്രോഫിറ്റ് മാത്രമേ കാണിക്കാറുള്ളൂ. ബട്ട് ഞാൻ പ്രോഫിറ്റ് കാണിക്കാറില്ല, ലോസ് ഉണ്ടാക്കിയാൽ ലോസ് എടുത്തു എന്ന് പറയാറുണ്ട്. എൻ്റെ പ്രോഫിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വിന്നിങ് ട്രാക്ക് നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും അതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതേ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മോട്ടിവേറ്റഡ് ആവുമെന്ന് വെച്ചിട്ടാ? നിങ്ങൾ മോട്ടിവേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. ബാക്കിയുള്ളവരെ കണ്ടല്ല നിങ്ങൾ മോട്ടിവേറ്റഡ് ആവേണ്ടത്. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എവിടെയാണ് എത്തേണ്ടത്? ഒരു കണ്ണാടിയുടെ മുമ്പിൽ എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. എന്നിട്ട് ഈച്ച് ആൻഡ് എവ്രി ഡേ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ വിസിബിളായി തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയം തരുന്ന ഹൈ ഒന്നും വേറെ ഒരാളുടെ വിജയം കണ്ടാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, വേറെ ഒരു ഫാൻസി സ്റ്റഫ് കണ്ടാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വിജയിച്ച് തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു പ്ലഷറുണ്ട്. അത് വേറെ ആർക്കും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്കായിട്ട് ടൈം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആര് ചെയ്യുമെന്നാണ് ഈ പറയണേ. നിങ്ങൾ ഏതൊരു ഫീൽഡിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിലും, ഈവൻ ട്രേഡിങ്ങിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിലും നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്.
എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ റൈറ്റ് വേ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഞാൻ എടുക്കുന്ന ലോസുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്ന ആൾക്കാരില്ല. ഡെഫിനറ്റ്ലി അതിനേക്കാളും ഒരുപാട് പൈസ കൂടുതൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരുണ്ടാക്കുന്നത് പോലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. ഇത് റിയാലിറ്റി അല്ലേ? ഇവിടെ വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവനെടുക്കുന്ന ലോസ് ഞാൻ എടുക്കാൻ റെഡിയായി കഴിഞ്ഞാൽ മാത്രമല്ലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഫോറക്സിൻ്റെ ആ ഒരു പ്രോഫിറ്റിൻ്റെ അത് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വര മാത്രം വരച്ചിട്ടെടുത്ത ട്രേഡാണ്. ഞാൻ എൻ്റെ റിസൾട്ട് ആഫ്റ്ററും ബിഫോറും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് രാവിലെ വന്നിരുന്നിട്ട് $600 ലോസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. $600 ഞാൻ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ലോസ് ബുക്ക് ചെയ്യാൻ ഞാൻ റെഡി ആയതുകൊണ്ട് മാത്രമാണ് പിറ്റത്തെ ട്രേഡ് എടുക്കാൻ എനിക്ക് പറ്റുന്നത്. എൻ്റെ അക്കൗണ്ടിൽ എത്ര കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ എനിക്കുണ്ട്. ആ ധാരണ വെച്ചിട്ടാണ് ഈച്ച് ആൻഡ് എവറി ട്രേഡിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. വൺസ് അതിൻ്റെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്നോട് ആരും പറഞ്ഞു തരണ്ട, ഞാൻ നിർത്തിപ്പോവും. വൺസ് SL കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ പരിപാടി നിർത്തിപ്പോവും. എന്നിട്ട് ഞാൻ എൻ്റെ പണി നോക്കും. ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പം, ഇന്നലെ രാവിലെ ഞാൻ $600 കൊടുത്തിട്ട് ഞാനത് നിർത്തി, അതിന് പകരം ഞാനവിടെ വാശി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാലോ എൻ്റെ അക്കൗണ്ട് കത്തിയിട്ടുണ്ടാവും അല്ലേ? അതേ സംഗതി ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ മാറി നിന്നു. അടുത്ത എൻ്റെ ഓപ്പർച്യൂണിറ്റി വന്നു, ഞാൻ കളഞ്ഞതിൻ്റെ ലെറ്റ്സ് അസ്യൂം 5-6 ഇരട്ടി ഞാൻ പ്രോഫിറ്റായിട്ടുണ്ടാക്കി. അപ്പം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണത് ഡിസൈഡ് ചെയ്യേണ്ട ആൾ. നിങ്ങളാണ് ഡിസിഷൻ മേക്കർ. ഈ ഡിസിഷൻ മേക്കിങ്ങിന് ട്രേഡിങ്ങിന് വലിയൊരു പവറുണ്ട്. ലോസ് ബുക്ക് ചെയ്യാൻ, ട്രേഡ് ആവുന്നത് വരെ കാത്തിരിക്കാൻ, അല്ലേ, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ, ഈ കാര്യങ്ങളൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പവറാണ്. ഇതാദ്യം മനസ്സിലാക്കുക. നിങ്ങളാരും ട്രേഡിങ് ക്വിറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് മാർക്കറ്റിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്തെന്ന് വെച്ചിട്ട് മാർക്കറ്റിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് മാർക്കറ്റിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ട്രേഡ് ചെയ്ത് പ്രഷർ വന്ന് ചത്തുപോയി എന്ന് വെച്ചിട്ട് മാർക്കറ്റിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം സംഭവിക്കാൻ പോകുന്നത്, എല്ലാത്തിൻ്റെയും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമാണെന്നുള്ള സംഗതി മനസ്സിലാക്കുക. അതിൻ്റെ പെയിനും പ്ലഷറും ഒക്കെ എടുക്കേണ്ട ആൾ നിങ്ങളാണ്. റൈറ്റ് വേ ചൂസ് ചെയ്യേണ്ട ആളും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആളും നിങ്ങളാണ്. നിങ്ങൾ എന്തായിത്തീരണം, നിങ്ങളുടെ ട്രാക്ക് എന്താണ്, നിങ്ങളുടെ ഗോൾ എന്താണ്, ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ട ആൾ നിങ്ങളാണ്. അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ ഫേക്ക് പിയാനിൽ കണ്ടിട്ട് ലെറ്റ്സ് സേ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ വെച്ചിട്ടുള്ള കാര്യമൊന്നും, ഇപ്പം ഈ ജെറ്റ എഫക്ട്സ്, കാർട്ടൺ എഫക്ട്സ്, ഇവരൊന്നും എനിക്കെതിരെ ഒരു കേസിനും പോകില്ല. ഡെഫിനറ്റായിട്ട് എനിക്കറിയാം. കാരണം അവർ ചെയ്തതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ പ്രമോഷൻ വെച്ചിട്ട്, അതായത് അവരുടെ ബ്രോക്കറിനെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാർക്ക് ലെറ്റ്സ് അസ്യൂം ഞാൻ അതിനകത്ത് ട്രേഡ് ചെയ്യുന്ന മനുഷ്യനാണെന്ന് വെച്ചോ. ഞാൻ പറയാം, ഓക്കെ, ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്, എനിക്ക് ആ ട്രേഡിനെ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്ത് തരണം. എനിക്കവർ ഗ്രീനിൽ ക്ലോസ് ചെയ്ത് തരും. ഒരാഴ്ചത്തെ പിയാനിൽ വേണോ, ഒരു മാസം വേണോ, ഒരു കൊല്ലത്തത് വേണോ, എനിക്കവർ അതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കവർ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ട് പിയാനിൽ ഉണ്ടാക്കി തരും. നിങ്ങൾ വിചാരിക്കുന്ന ദുനിയാവൊന്നുമല്ല മക്കളെ, ഇത് റിയാലിറ്റിയാണിത്. ഞാനിതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രേഡ് ചെയ്യാത്ത ഇൻഫ്ലുവൻസേഴ്സ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. മലയാളത്തിൽ തന്നെ ഏറ്റവും ഹയ്യസ്റ്റ് ഫോമിൽ കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന 2 ആൾക്കാർ. ഒരുത്തൻ ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, ഒരുത്തൻ ഇൻഡയറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അവർ ട്രേഡ് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഇതുവരെ ഒരു ട്രേഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. സോ നിങ്ങൾ ഈ ഒരു മായിക ലോകത്തിനെ കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുക, റിയാലിറ്റിയിലേക്ക് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണ് ആയിത്തീരേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര വർഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ട് എത്രത്തോളം ഹാർഡ് വർക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്, ഇതിനൊക്കെ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക. അതിനാദ്യം മനസ്സിലാക്കുക, തോൽവി എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കമാണ്. എല്ലാത്തിൻ്റെയും തുടക്കം തോൽവിയിൽ നിന്നാണ്. തോറ്റുപോയിടത്തുനിന്ന് വീണ്ടും എണീച്ച് ഓടിയാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തോറ്റതിൻ്റെ പെയിന് മാറിയിട്ട് ജയിച്ചതിൻ്റെ പ്ലഷർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. സോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പല ആളുകളുടെയും ചോദ്യത്തിന് ഉത്തരവും ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ആരുടെയും ടൈം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ്. സോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നത് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ മാക്സിമം നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കൂടി അടിച്ചേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.